ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായി. ഗ്ലോബൽ ഉണ്ടായിരുന്ന ഇവന്റുകളും ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടാവുന്ന നെഗറ്റിവിറ്റി തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിലെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുള്ളത്. ബഡ്ജറ്റിന് ശേഷം മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ഒരു ഇവന്റ് എന്ന് പറയുന്നത് RBIയുടെ മോണിറ്ററി റിപ്പോർട്ട്സ് തന്നെയായിരുന്നു. അതിനുശേഷം US മാർക്കറ്റ് ഉണ്ടായിരുന്ന ജോബ് ഡാറ്റയും അതുപോലെ തന്നെ നിക്കി മാർക്കറ്റ്, ജപ്പാൻ മാർക്കറ്റുകളൊക്കെ ഡൗണിലേക്ക് വരികയുണ്ടായി. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റും വലിയ രീതിയിൽ സെൽ ഓഫിലേക്ക് വന്ന് 24,000 എന്ന് പറയുന്ന ഒരു റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് വരികയുണ്ടായി. അപ്പോഴാണ് പുതിയൊരു ആരോപണമായിട്ട് ഹിൻഡർബർഗ് വന്നിട്ടുള്ളത്. നമുക്കറിയാം, അദാനി ഗ്രൂപ്പിന് എതിരെ ഹിൻഡർബർഗ് ഉയർത്തിയ ആരോപണങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു സെൽ ഓഫിലേക്ക് തന്നെ അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകളൊക്കെ പോയിട്ടുണ്ടായി. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സെബിയുടെ മേധാവിക്കെതിരെയാണ് ഈ റിപ്പോർട്ട് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. മാധവി പൂരിക്കും അതുപോലെ ഭർത്താവിനും അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട രഹസ്യ വിദേശ നിക്ഷേപങ്ങളിൽ പങ്കാളിത്തമുണ്ടെന്നാണ് US ഹിൻഡർബർഗ് റിസർച്ചിന്റെ പുതിയ റിപ്പോർട്ട്. അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട സംശയകരമായിട്ടുള്ള വിദേശ ഇടപാടുകളെക്കുറിച്ച് ഹിൻഡർബർഗിന്റെ റിപ്പോർട്ട് 18 മാസം മുമ്പ് വന്നപ്പോൾ അതേപ്പറ്റിയുള്ള അന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോവാതെ ഉദാസീനത കാട്ടിയത് ഇക്കാരണം കൊണ്ട് തന്നെയാണെന്നാണ് ഈ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നത്. പല വിദേശ രാജ്യങ്ങളിലും കടലാസ് കമ്പനികളിലാണ് അദാനി ബന്ധമുള്ള രഹസ്യ നിക്ഷേപമുണ്ടെന്ന് റിപ്പോർട്ടിൽ ആരോപിക്കുന്നു. ഗൗതം അദാനിയുടെ മൂത്ത സഹോദരനായിട്ടുള്ള വിനോദ് അദാനിയാണ് ഈ ഇടപാടുകൾ നിയന്ത്രിക്കുന്നതെന്നും മാധവി പൂരിയും ഭർത്താവും 2015 സിംഗപ്പൂരിൽ ആരംഭിച്ച അക്കൗണ്ടിൽ $1 കോടി, ഏകദേശം 83 കോടി രൂപയുടെ നിക്ഷേപമുണ്ടെന്നാണ് ഹിൻഡർബർഗിന്റെ റിപ്പോർട്ടിന്റെ ആരോപണം. ഈ തുകയുടെ സ്രോതസ് ശമ്പളം എന്നാണ് കാണിച്ചിരിക്കുന്നത്. ആരോപണങ്ങളിൽ മാധവി പൂരി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 2002 മാധവി പൂരി സെബിയുടെ മേധാവി ആകുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു വലിയ ആരോപണം ഉയർന്ന സ്ഥിതിക്ക് ഇന്ത്യൻ ഓഹരി വിപണിയിലെ നാളെ എങ്ങനെ ഇത് പ്രതിഫലിക്കും എന്ന് തന്നെയാണ് നോക്കുന്നത്. അതുപോലെ തന്നെ സെബിയുടെ മേധാവിയെക്കുറിച്ച് ഉയർന്നു വന്ന ആരോപണത്തിൽ അവർ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, ഇനി ഗ്ലോബൽ ഇപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ പോസിറ്റീവിലേക്ക് വന്നാലും ഇന്ത്യൻ മാർക്കറ്റിലെ ഈ ന്യൂസ് എത്തരത്തിൽ അദാനി സ്റ്റോക്കുകളിൽ പ്രതിഫലിക്കും, അദാനി ഇതിന് ഒരു മറുപടി നൽകേണ്ടി വരും, ഈ ആരോപണത്തിന് മറുപടി പറയേണ്ടി വരും, അതുപോലെ തന്നെ ഈ സ്റ്റോക്കുകളിൽ ഒരു സെൽ ഓഫ് വരുമോ എന്ന് തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്താലാണ് നമുക്കറിയാൻ പറ്റുള്ളൂ. ഹിൻഡർബർഗ് ഉയർത്തിയ ആദ്യ ആരോപണത്തിൽ നിന്ന് മാർക്കറ്റ് സെൽ ഓഫ് വന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഹിൻഡർബർഗിന്റെ രണ്ടാമത്തെ ആരോപണത്തിൽ അദാനി സ്റ്റോക്കുകൾ വലിയ രീതിയിൽ പ്രതിഫലിക്കില്ല എന്ന് നമുക്ക് തോന്നാം. പക്ഷേ സെബിയുടെ മേധാവിയെക്കുറിച്ചും ഉയർത്തിയിരിക്കുന്ന ഈ ആരോപണത്തിൽ അവരും വിശ്വസനീയമായിട്ടുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഇതിന്റെ ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ട്. നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാം. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം പോസിറ്റീവിലാണ്, നിഫ്റ്റി എല്ലാം പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക്